ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുമ്പോൾ കിട്ടുന്ന എനർജി വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ച് പുതിയൊരു സാരിയൊക്കെ എടുത്ത് അയൺ ചെയ്ത് വെച്ച് സാരി ഉടുത്തപ്പോൾ ഒട്ടും ശരിയായില്ല. പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചുരിദാറൊക്കെ ഇട്ട് പതുക്കെ ഇറങ്ങി. ഇപ്പോൾ അത്യാവശ്യം എല്ലാ ദിവസവും മഴ പെയ്യുന്നതുകൊണ്ട് രാവിലെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ മുറ്റമൊക്കെ ആകെ നനഞ്ഞൊക്കെയാണ് എല്ലാ ദിവസവും കിടക്കാറ്. രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ചെങ്കൽ ക്ഷേത്രത്തിലേക്കാണ്. ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് സിറ്റിയുടെ ആ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഇത് ശിവപാർവതി ടെമ്പിളാണ്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നൊരു ക്ഷേത്രം കൂടിയാണിത്. ഇത്രയും ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ തോന്നി. പൊതുവെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനെ നമുക്ക് കുറച്ച് കാമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണല്ലോ വേണ്ടത്. അതിന് പറ്റിയൊരു സ്ഥലമാണിത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിലും ഓരോരോ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. ആഴിമലയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകളും ഒരുപാട് വരുന്നുണ്ട്. ഉള്ളിൽ ഒക്കെ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ലൊക്കേഷനാണ് ഇത്. ക്ഷേത്രം അത്യാവശ്യം കുറേ ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ക്ഷേത്രമാണ്. ശിവനും പാർവതിയും കൂടാണ്ട് വേറെ കുറേ പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. നാഗദൈവങ്ങളുണ്ട്. അതേപോലെ തന്നെ 32 ഗണപതിയുടെ വിഗ്രഹങ്ങളുണ്ട്. അതായത് അകത്തൊരു ശ്രീകോവിലിനകത്ത് 32 ഗണപതികളെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഉടയ്ക്കാം. അത് കുറേ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല വൈബുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ഈ കാണുന്നതില്ലേ ഹനുമാൻ ശിവലിംഗം ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിന് 100 രൂപയാണ് ഒരാൾക്ക് പാസ് വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തൊഴുത്ത് അങ്ങ് ലാസ്റ്റ് എത്തുമ്പോഴാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ബിഗിനിങ്ങിലേക്ക് നമ്മൾ തിരിച്ച് നടക്കണം. അപ്പോൾ അതൊരു ഇൻകൺവീനിയൻസ് ആണെന്ന് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും നടന്ന് അവിടെ വരെ എത്തിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നവർക്ക് കുറേ അധികം നേരം ഇരുന്നിട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ചെറിയ ബെഞ്ചുകളൊക്കെ അവിടെ ഇവിടെയായിട്ട് പണിതിട്ടിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനൊരു നടുമുറ്റം പോലെയുണ്ട്. അതായത് അവിടെ നമുക്ക് കുറേ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. 2 ആനയുണ്ട്, പിന്നെ ഒരു കാളയുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ഷോപ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അതൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടെ ആയതുകൊണ്ട് അവരെയും കൂടെ എയിം ചെയ്യുന്നതുകൊണ്ട് കുറേ ഷോപ്സ് ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഹോം ഡെക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഈവിളയും ഒരു ആദിയോഗിനെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 2 ഹോട്ടൽസ് അവൈലബിൾ ആണ്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ മിക്കവരും ഫെമിലിയർ ആയിരിക്കുമല്ലോ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച്. ഇവിടുത്തെ ഉത്സവം അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ശ്രീപാർവതി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം പോകുമ്പോൾ കുറച്ചും കൂടെ രസമാണെന്ന് തോന്നുന്നേ. ഒരു ദിവസം ഞാൻ പോയപ്പോൾ കുറച്ച് ചെണ്ടമേളം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ കൂടെ ക്രൗഡഡ് ആയിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളവിടെ നിന്ന് പൂരിയാണ് കഴിച്ചത്. അവിടെ അങ്ങനെ ഒരുപാട് മെനു ഒന്നും ഇല്ലായിരുന്നു. പൂരിയും ഇഡലിയും ഇടിയപ്പമായിരുന്നു. അങ്ങനെ നമ്മൾ പൂരിയൊക്കെ കഴിച്ച് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു യാത്രയെ. അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നേ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.